സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരത്തിന്റെ 50-ാം ദിവസത്തെ മുടിമുറിക്കൽ സമരത്തിലൂടെ ആശമാരുടെ സമരത്തിന് കിട്ടിയത് അപ്രതീക്ഷിതമായ ജനപ്രീതി. ആശാമാർക്ക് പിന്തുണയുമായി പത്തനംതിട്ട വാര്യാപുരം സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരിയടക്കം വൈദികർ സമരപന്തലിലെത്തി സ്വന്തം മുടിമുറിച്ചു. 2 സ്ത്രീകൾ തല മുണ്ഡനം ചെയ്തു. സമരത്തിൽ പങ്കെടുത്ത മറ്റ് ആശമാരെല്ലാം മുടിമുറിച്ച് അതുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനവും നടത്തി. സർക്കാരിന്റെ പിടിവാശി തുടർന്നാൽ സമരത്തിന്റെ രൂപം മാറുമെന്ന് ആശമാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സർക്കാർ പിടിവാശി ഉപേക്ഷിച്ച് ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ആവശ്യം ശക്തമായി ഉയരുകയാണ്. ആശമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചതാണ്. വേതനം കൂട്ടുമെന്ന മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ SUCI നയിക്കുന്ന സമരത്തെ തുടർന്ന് വേതനം കൂട്ടിയാൽ CITU യൂണിയൻ തകരുമെന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കാരണമുള്ളതിനാലാണ് വേതനം കൂട്ടുകയോ ആശമാരുടെ സമരത്തിന് പരിഹാരമുണ്ടാക്കുകയോ ചെയ്യാത്തത്. നേരത്തെ എളമരം കരീം ആശമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കണമെന്ന് നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത് ഈ സമരം ന്യായയുക്തമാണെന്നതിന്റെ സൂചനയാണെന്ന് സമരക്കാർ പറയുന്നു. കേവലം 232 രൂപ പ്രതിദിനം ലഭിക്കുന്ന തങ്ങൾ ഈ തുക കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്നാണ് ആശമാർ ചോദിക്കുന്നത്. മിനിമം കൂലി ഉറപ്പാക്കുമെന്ന LDF പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി ആ വാഗ്ദാനം പാലിക്കാനാണ് ആശമാർ ആവശ്യപ്പെടുന്നത്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ ഓണറേറിയം കൂട്ടിയതും സർക്കാരിന് കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനായി പണം ബജറ്റിൽ വകയിരുത്തി. പക്ഷേ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓണറേറിയം വർദ്ധിപ്പിക്കാനാവില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ കൂട്ടിയ ഓണറേറിയം പോലെ നൽകാൻ അനുവദിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ ജനരോക്ഷമുയരും. അതിനാൽ തികഞ്ഞ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണിത്. അവഗണിച്ച് സമരത്തെ ഇല്ലാതാക്കാനാണ് ഇതുവരെ സർക്കാർ ശ്രമിച്ചത്. പക്ഷേ ഇനി മുതൽ സമരത്തിന്റെ രൂപം മാറുമെന്നും ആശമാർ പ്രഖ്യാപിച്ചതിനാൽ ഈ തന്ത്രം വിലപ്പോവാനിടയില്ല. ഉപാധിരഹിത ഓണറേറിയം അടക്കം അംഗീകരിക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു. വോളണ്ടിയർ എന്നത് മാറ്റി ഹെൽത്ത് വർക്കർമാരാക്കിയാലേ ആശമാർക്ക് മിനിമം കൂലി, പെൻഷൻ, PF, ESI, ഗ്രാറ്റുവിറ്റി എന്നിവ ലഭിക്കൂ. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഇക്കാര്യം മാത്രം സംസ്ഥാനത്തിന് തീരുമാനിക്കാനാവില്ല. ആശമാരുടെ കേന്ദ്രം വഞ്ചന കാട്ടി. ഉറപ്പുള്ള 10,000 രൂപ ഓണറേറിയത്തിൽ 8,200 സംസ്ഥാനവും 1,800 കേന്ദ്രവുമാണ് നൽകുന്നത്. 8,200 രൂപ നൽകുന്ന സംസ്ഥാനത്തിനെതിരെയാണ് സമരം. കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവുമില്ല. ആശമാരുടെ പ്രശ്നങ്ങളോട് സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആശമാരുടെ സമരത്തെ അവഗണിക്കുക മാത്രമല്ല അവരെ അപകടത്തിലേക്ക് തള്ളിവിടുകയുമാണ് സർക്കാർ. മാർച്ച് 2-ന് പുലർച്ചെ പെയ്ത മഴയിൽ സമരപന്തത്തിൽ ഉയർന്ന ടാർപോളിൻ പോലീസുകാരെത്തി പൊളിച്ചുമാറ്റി. CPF ഭരണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷനുകൾക്കും കീഴിലെ PHCകളിലെ JPHNMR മുഖേന പിരിച്ചുവിടുമെന്ന് ഭീഷണിയുണ്ടായി. വാർഡ് കൗൺസിലർമാർ വിളിച്ച് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും അല്ലാത്തപക്ഷം പകരം വോളണ്ടിയർമാരെ നിയോഗിക്കണമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. മാർച്ച് 17-ന് സംഘടിപ്പിച്ച ഉപരോധം പൊളിക്കാൻ 16-ന് ആശമാർക്കുള്ള അടിയന്തര പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി NHM അറിയിച്ചു. പങ്കെടുക്കാത്തവർക്ക് പകരം വോളണ്ടിയർമാരെ നിയോഗിക്കുമെന്നും ഉത്തരവുമിറക്കി. നിരാഹാരമിരിക്കുന്നവർ തളർന്നു വീണപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സമരക്കാർ ആംബുലൻസിനായി കാത്തിരുന്നത് 1 മണിക്കൂറിലേറെയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ എല്ലാ നിരാഹാര സമരങ്ങളിലും സമരക്കാരുടെ ആരോഗ്യനില പരിശോധിക്കാൻ ഡോക്ടർമാരെ ജനറൽ ആശുപത്രിയിൽ നിന്ന് അയക്കുക പതിവാണെങ്കിലും ആശമാരുടെ ആരോഗ്യം പരിശോധിക്കാൻ ഡോക്ടറെ അയക്കാതിരുന്നതും സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയായി വിലയിരുത്തപ്പെടുന്നു. നിലവിൽ ലഭിക്കുന്ന 232 രൂപ പ്രതിദിനം ഓണറേറിയം 700 രൂപയാക്കണമെന്നാണ് ആശമാരുടെ പ്രധാന ആവശ്യം. ബംഗാളിലടക്കം നടപ്പാക്കിയതുപോലെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം നൽകണമെന്നും പെൻഷൻ ഏർപ്പെടുത്തണമെന്നും ആശാമാർ ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാരിനോട് ആശാമാരുടെ പ്രധാന ആവശ്യം അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ്. ഇപ്പോൾ സ്കീം വർക്കർമാർ മാത്രമാണിവർ. മികച്ച വേതനം, PF, ESI, ഗ്രാറ്റുവിറ്റി അടക്കം ലഭിക്കണമെങ്കിൽ തൊഴിലാളികളായി ഇവരെ അംഗീകരിക്കണം. തൊഴിലാളികൾക്കുള്ള മിനിമം വേതനം ഉറപ്പാക്കണമെന്നും ഇപ്പോഴുള്ള സ്ഥിരം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നും ആശാമാർ ആവശ്യപ്പെടുന്നു. എന്നാൽ തൊഴിലാളിയായി ആശാമാരെ അംഗീകരിക്കുന്നതടക്കം കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. 2007-ൽ 500 രൂപ ഉത്സവബത്ത മാത്രമാണ് ആശാമാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 2011-ലെ ബജറ്റിൽ VS അച്യുതാനന്ദൻ സർക്കാർ ആദ്യമായി 300 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യം 500 രൂപയും പിന്നീട് 1000 രൂപയുമാക്കി. 2007-2016 കാലയളവിൽ 1000 രൂപ ഓണറേറിയമായിരുന്നു.
2016 മുതൽ 2025 വരെയുള്ള 9 വർഷത്തിൽ ഓണറേറിയം 7,000 രൂപയാക്കി. ഇൻസെന്റീവ് കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. എന്നാൽ സംസ്ഥാനത്തിന് മതിയായ പണം അനുവദിച്ചിട്ടുണ്ടെന്നും സ്ഥിരം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. തുക ഉയർത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി 2 തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 26,000 ആശാമാരിൽ കേവലം 1.34% പേർ മാത്രമാണ് സമരത്തിനുള്ളത് എന്ന് പുച്ഛിച്ച് സമരത്തെ തള്ളുകയാണ് സർക്കാർ. സമരക്കാരുടെ ശാഠ്യവും നിർബന്ധ ബുദ്ധിയുമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നാണ് മന്ത്രി MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞത്. ആശാമാരുടെ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും പരിഹരിക്കപ്പെട്ട ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ച് എങ്ങനെ സമരം നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉദ്ദേശമെന്നും മന്ത്രി പറയുന്നു. സമരക്കാരെ നയിക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ്. ആശാമാരെ ഹെൽത്ത് വർക്കർമാരാക്കുക എന്ന യഥാർത്ഥ ആവശ്യം ഉന്നയിക്കാതെ കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമാണിത്. 26,000 ആശാമാരിൽ 354 പേർ മാത്രമാണ് സമരത്തിലുള്ളത്. ഇത് 1.34% മാത്രമാണ്. സർക്കാർ പിടിവാശി ഉപേക്ഷിച്ചാൽ പരിഹാരമുണ്ടാവും. അല്ലെങ്കിൽ ആര് വിചാരിച്ചാലും പരിഹരിക്കാനാവില്ല. ഒറ്റ തൊഴിലാളി സംഘടനയും സമരത്തെ പിന്തുണയ്ക്കുന്നില്ല.